ഒരു ഭാര്യ ഭർത്താവിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കൊരു സത്യം കാണിച്ചു തരാം. നിങ്ങൾ ശബ്ദമുണ്ടാക്കാതെ നിൽക്ക്. അങ്ങനെ ഭർത്താവ് മിണ്ടാതെ നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മ മരുമകളോട് ചോദിച്ചു, ഭക്ഷണമുണ്ടാക്കിയോ? അവൾ പറഞ്ഞു, ഇല്ല, എനിക്ക് തലവേദനയായിരുന്നു, ഇപ്പോൾ ഉണ്ടാക്കിത്തരാം. അമ്മായിയമ്മ ദേഷ്യപ്പെട്ടു ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇതുവരെ ഉണ്ടാക്കാതിരുന്നത്? അവൾ പറഞ്ഞു, എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പോൾ ഉണ്ടാക്കിത്തരാം. ഇന്ന് ഞാൻ എന്റെ ഭർത്താവിനോട് എല്ലാ സത്യവും പറഞ്ഞുകൊടുക്കും. അമ്മായിയമ്മ പറഞ്ഞു, നീ ഇതിനു മുമ്പും ഇതുപോലെ പറഞ്ഞതാണ്, പക്ഷേ എന്റെ മകൻ നിന്റെ വാക്ക് വിശ്വസിച്ചില്ലല്ലോ. അപ്പോഴാണ് ഭർത്താവ് അമ്മയെ ഫോണിൽ വിളിക്കുന്നത്. അമ്മ ഫോണെടുത്തു. അവൻ ചോദിച്ചു, അമ്മ ഭക്ഷണം കഴിച്ചോ? അമ്മ പറഞ്ഞു, ഞാനിപ്പോഴാണ് ഭക്ഷണമുണ്ടാക്കുന്നത്. അവൻ ചോദിച്ചു, ഭാര്യ എവിടെയാണ്? അമ്മ പറഞ്ഞു, അവൾ കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കാൻ പോയിരിക്കുകയാണ്. ഞാൻ ഭക്ഷണമുണ്ടാക്കി കഴിച്ചോളാം, നീ നിന്റെ ജോലി നോക്ക്. കുറച്ചു കഴിഞ്ഞ് ഭർത്താവ് അകത്തേക്ക് വരികയാണ്. അവൻ ചോദിച്ചു, അമ്മ എവിടെയാണ്? അമ്മ പറഞ്ഞു, മോനെ, ഇന്ന് നേരത്തെ വന്നോ? അവൻ പറഞ്ഞു, അമ്മ ഒറ്റയ്ക്ക് പണിയെടുക്കുകയാണെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ടാണ് നേരത്തെ വന്നത്. അമ്മ പറഞ്ഞു, അവൾ ഇപ്പോഴാണ് വന്നത്, രാവിലെ മുതൽ പുറത്തായിരുന്നു. ഇപ്പോൾ വെറുതെ പൊടി തുടയ്ക്കുന്നതുപോലെ അഭിനയിക്കുകയാണ്. രാവിലെ തന്നെ ഞാനാണ് തൂത്തും തുടച്ചുമെല്ലാം ചെയ്തത്, ഭക്ഷണവും ഞാനാണ് ഉണ്ടാക്കിയത്. അവൻ ചോദിച്ചു, എന്താണ് ഉണ്ടാക്കിയത്? അമ്മ പറഞ്ഞു, മട്ടർ പനീറും ചപ്പാത്തിയും ദാൽ ചോറും. അത് കേട്ടപ്പോൾ അവൻ ദേഷ്യപ്പെട്ടു. അവൻ പറഞ്ഞു, അമ്മ, നിങ്ങൾ എന്നോട് കള്ളം പറയുകയാണല്ലോ. ഭാര്യ പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനില്ലാത്തപ്പോൾ നിങ്ങൾ അവളെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാറുണ്ടെന്ന്. പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് ഭാര്യയെ ഇത്ര പ്രശ്നമാണെങ്കിൽ ഇന്നു മുതൽ അവൾ ഈ വീട്ടിൽ നിൽക്കില്ല. ഞാനും ഈ വീട്ടിൽ നിൽക്കില്ല. ഈ വീട് നിങ്ങൾക്കെടുത്തോളൂ. ഞാനും ഭാര്യയും ഇവിടെ നിന്ന് പോകുകയാണ്. അവൻ ഭാര്യയോട് പറഞ്ഞു, സാധനങ്ങൾ എടുത്തോളൂ, ഞാൻ പുറത്തു നിൽക്കാം. അത് കേട്ടപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ വീട്ടിൽ നിന്ന് പോകരുത്, ഇനി ഞാൻ നന്നായി പെരുമാറിക്കോളാം. പക്ഷെ അവൻ പറഞ്ഞു, ഇനി അതൊന്നും നടക്കില്ല. അവൻ സ്വന്തം അമ്മ പറയുന്നത് കേൾക്കാതെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഇവൻ ചെയ്തത് ശരിയാണോ? കമന്റ് ബോക്സിൽ പറയൂ.